പൂനെയിൽ നിന്ന് കാണാതായ മലയാളി സൈനികനെ ബംഗളൂരുവിൽ നിന്ന് കണ്ടെത്തി. ഇന്നലെ രാത്രി 11 മണിക്ക് നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. കോഴിക്കോട് എലത്തൂർ സ്വദേശി വിഷ്ണുവിനെ കഴിഞ്ഞ മാസം 17-ാം തീയതി മുതലാണ് കാണാതായത്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം മാറി നിന്നു എന്നാണ് വിഷ്ണു പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഇന്നലെ പൊളിച്ചു ശ്രീനാഥ് ചന്ദ്രൻ. ഓക്കെ, നന്നായി പറയൂ ശ്രീനാഥ്. ഹാപ്പി ന്യൂ ഇയർ SK. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഏതായാലും നല്ലൊരു പ്രതീക്ഷ നൽകുന്ന നല്ലൊരു വാർത്ത നമുക്ക് ഇന്നിപ്പോൾ കേൾക്കാൻ കഴിഞ്ഞു, രാവിലെ കേൾക്കാൻ കഴിഞ്ഞു എന്നതാണ്. വിഷ്ണുവിനെ കാണാതായിട്ട് 17-ാം തീയതിയാണ് വിഷ്ണുവിനെ കാണാതെ വന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമ്മളെല്ലാവരും ഇങ്ങനെ അന്വേഷിക്കുകയാണ്. മുംബൈയിലൊക്കെ വ്യാപകമായ അന്വേഷണമാണ്. ഏതായാലും എലത്തൂരിൽ നിന്നുള്ള പോലീസ് 23-ാം തീയതി മുതൽ മുംബൈയിലുണ്ട്. പിന്നീട് പൂനെയിൽ അവർ പരിശോധന നടത്തി. വിവിധയിടങ്ങളിൽ നിരവധി CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ മലയാളി സംഘടനകൾ, ഫെയ്മ, യാത്രാ സഹായ വേദിയെ പോലെയുള്ള സംഘടനകൾ അവരാൽ കഴിയുന്ന വിധം വിവിധ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് വിഷ്ണുവിനെ കണ്ടെത്തി എന്ന വാർത്ത വരുന്നത്. ബംഗളൂരുവിൽ ഇന്നലെ രാത്രി 11 മണിയോടെയാണ് എലത്തൂരിൽ നിന്നുള്ള SIയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വിഷ്ണുവിനെ കണ്ടെത്തുന്നത്. നാട്ടിലേക്ക് വിഷ്ണുവിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 8-9 മണിയാകുമ്പോഴേക്കും എലത്തൂർ സ്റ്റേഷനിലേക്ക് എത്തിക്കും. പിന്നീട് വിശദമായ മൊഴിയെടുപ്പും മറ്റുമൊക്കെ നടത്തി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും. 16-ാം തീയതി രാത്രിയോടെയാണ് വിഷ്ണു നാട്ടിലേക്ക് തിരിക്കുന്നത്. 17-ാം തീയതി പുലർച്ചെ നാട്ടിൽ എത്തി എന്നൊരു സന്ദേശം 2 മണിയോടെ അമ്മയുടെ മൊബൈലിലേക്ക് അയക്കുന്നുണ്ട്. എന്നാൽ ഈ സന്ദേശം ശരിയല്ല എന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ വ്യക്തമായതാണ്. ഈ സന്ദേശം അയക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ലോണാവാലയിലായിരുന്നു, അതായത് മുംബൈക്കും പൂനെയ്ക്കും ഇടയിലുള്ള ഒരു കേന്ദ്രത്തിലാണ് എന്നത് വ്യക്തമായി. അതുകൊണ്ട് കേരളത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന കാര്യം വ്യക്തമായി. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. പൂനെയിൽ നിന്ന് ഒരു ATM-ൽ നിന്ന് പണം പിൻവലിച്ചു എന്നതാണ് പിന്നീട് ലഭിച്ച ഒരു ലീഡ്. അതിനുശേഷം മുംബൈയിലേക്കുള്ള ഒരു ട്രെയിനിൽ അദ്ദേഹം കയറി എന്നതിൻ്റെ കൃത്യമായ ചില സൂചനകളും പോലീസിന് കിട്ടി. അവിടെ നിന്ന് എങ്ങോട്ട് പോയി എന്നതായിരുന്നു പിന്നീട് അന്വേഷിക്കേണ്ടിയിരുന്നത്. അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് അദ്ദേഹത്തെ കണ്ടെത്തുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ മാറി നിന്നു എന്ന ചോദ്യത്തിന് തനിക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ, ബാധ്യതകൾ ഉണ്ടായിരുന്നു എന്നതാണ് വിഷ്ണു പ്രാഥമികമായി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആ കാര്യത്തിലൊക്കെ വിശദമായൊരു അന്വേഷണം വേണ്ടിവരും. വിഷ്ണുവിനെ ഏതായാലും ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതോ അല്ലെങ്കിൽ ആ തരത്തിൽ എന്തെങ്കിലും ഒരു അപായം സംഭവിച്ചതോ ഒന്നുമല്ല. അദ്ദേഹം തന്നെ മാറി നിന്നതാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് ബോധ്യമാവുന്ന കാര്യം. കൂടുതൽ എന്തൊക്കെ വിഷ്ണു പറയും എന്നത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. ഏതായാലും 11-ാം തീയതി വിഷ്ണുവിൻ്റെ കല്യാണം നടക്കേണ്ടതാണ്. ഇനി ഏതാണ്ട് 10 ദിവസം കൂടിയേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ വിഷ്ണുവിനെ കണ്ടെത്താൻ കഴിഞ്ഞതിൽ വലിയൊരു ആശ്വാസം കുടുംബത്തിനുമുണ്ട്. SK. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഒരു സൈനികനെ കാണാതാകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളിലുണ്ടാകും, ദുരൂഹതകളൊക്കെ ഉയർന്നു വരും. എന്തായാലും ഈ സൈനികൻ മടങ്ങി വന്ന് പോലീസ് കണ്ടെത്തി. അപ്പോൾ സന്തോഷം. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് മനസ്സിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അദ്ദേഹം ഒന്ന് മാറി നിന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.